നമസ്കാരം. 100 ഗ്രാം തൂക്കത്തിന്റെ പേരിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച്, വെള്ളിയെക്കുറിച്ചൊക്കെ വലിയ തോതിൽ ആളുകൾ വേവലാതിപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു ടോക്ക് ഷോ നടത്തുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഇതേപോലെ തന്നെ വെയിറ്റ് കാറ്റഗറി തിരിച്ച് തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിലെ തന്നെ ഒരു ഐറ്റമായിട്ടുള്ള തൈക്കോണ്ടോ എന്ന് പറയുന്ന ആയോധന കലയുടെ കേരളത്തിലെ കോച്ച് കൂടിയായിരുന്ന പ്രിയപ്പെട്ട ഗോപി സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ കായിക താരത്തിന് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പരക്കുന്നു, അവിടെ ചതി നടന്നിട്ടുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായി വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ, കിംവദന്തികളൊക്കെ നാട്ടിൽ പരക്കുന്നുണ്ട്. ഗോപി സാർ, നമുക്ക് രണ്ടുപേർക്കും വേദനയുണ്ട്, ഇത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ വേദനയുണ്ട്. ഇന്ത്യക്ക് ഒരു ഗോൾഡ് നഷ്ടപ്പെട്ടു പോയി. അതല്ലെങ്കിൽ ഫൈനലിൽ നമ്മൾ ഗോൾഡ് അടിക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ താരം കടന്നു വന്ന ഈ മത്സരത്തിന്റെ സ്റ്റെപ്സ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വിനേഷ് സ്വർണം നേടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ മത്സരത്തിന് തൊട്ടു മുമ്പ് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെടുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയി. എത്രമാത്രം ഈ വെയിങ് എന്ന് പറയുന്നത്, അതാണ് അവിടെ വില്ലനായി മാറിയത് അല്ലേ? തീർച്ചയായും. ആ വില്ലനാവുന്ന ഈ വെയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതിന്റെ എന്തെല്ലാം സാങ്കേതികത്വമാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റുക? തീർത്തും വേദനാജനകമായ ഒരു കാര്യമാണ് ഒരു കായിക താരം അയോഗ്യയാക്കപ്പെടുക, പ്രത്യേകിച്ചും ഒരു സ്വർണ്ണ മെഡലിന് അടുത്തെത്തുന്ന സമയത്ത് നിന്ന്. ആ കായിക താരത്തിന്റെ വേദന അവരത്ര കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ള യാതനകൾ എല്ലാം തന്നെ അവരത്തരത്തിൽ ഓർക്കപ്പെടുകയും ഒരു കായിക ലോകം തന്നെ അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ഈ അവസരത്തിൽ നമുക്കിതിനെക്കുറിച്ചിട്ട് ടെക്നിക്കലി പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, ഇപ്പം വെയിങ് എന്ന് പറയുന്നത് ഏതാണ്ട് ഗുസ്തിയിലും അതുപോലെ തന്നെ തൈക്കോണ്ടോയിലും തുല്യമായിട്ടുള്ള രീതിയിലാണല്ലോ. മത്സരത്തിന് മുമ്പ് ഈ പറയുന്ന രീതിയിലുള്ള വെയിറ്റ് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് രണ്ടും ഏതാണ്ട് തുല്യമല്ലേ? തീർച്ചയായും വെയിങ് എന്ന ഇത്തരം ഗെയിമുകളിലൊക്കെ തന്നെ നമ്മുടെ മാർഷൽ ആർട്ടുകളിലും അതുപോലെ തന്നെ ഭാരോദ്വഹനം, ഗുസ്തി, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വെയിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രണ്ട് കായിക താരങ്ങൾ ഏറ്റുമുട്ടി മത്സരിക്കുന്ന ഇനങ്ങളിലൊക്കെ തന്നെ വെയിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെയിറ്റ് തുല്യമാണെങ്കിൽ മാത്രമേ അവരുടെ കായികമായിട്ടുള്ള ആക്രമണങ്ങളായാലും പ്രത്യാക്രമണങ്ങളായാലും ഒക്കെ തന്നെ ഈക്വൽ ആവുകയുള്ളൂ. അപ്പൊ അതിൽ മേധാവിത്വം കാണിക്കുന്ന ആളുകളാണ് എല്ലായ്പ്പോഴും ജയിക്കേണ്ടത്. അതുകൊണ്ട് വെയിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു മത്സരം നടക്കുന്നത് നമ്മളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും, അതിനാണ് കാറ്റഗറി ഡിവിഷൻ എന്ന് പറയുന്നത്. ഡിവിഷനുകളിൽ സാധാരണയായിട്ട് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒളിമ്പിക്സിലാണെങ്കിൽ ഒരൊറ്റ കാറ്റഗറിയേ ഉള്ളൂ, ഡിവിഷനേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം തൈക്കോണ്ടോ ആണെങ്കിൽ പ്രായ വ്യത്യാസമില്ല, പ്രായ വ്യത്യാസത്തിൻ്റെ വരുന്നില്ല, അവിടെ വെയിറ്റ് മാത്രമാണ്. അപ്പൊ ഈ വെയിങ് ഉള്ള എല്ലാ ഗെയിമുകളുടെയും സാധാരണഗതിയിലുള്ള ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പ്രയർ ഡേ, തൈക്കോണ്ടോയിൽ പ്രത്യേകിച്ചും പ്രയർ ഡേ ആണ് വെയിങ് നടക്കുന്നത്. ഈ വെയിങ്ങിൽ പ്രത്യേകിച്ചും കായിക താരം ഒരുങ്ങേണ്ടതുണ്ട്. വെയിങ്ങിന് ഈ മത്സരത്തിന് ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കായിക താരം അപേക്ഷിക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടി തീരുമാനിക്കപ്പെടണം ഞാൻ ഏത് കാറ്റഗറിയിൽ വെയിറ്റ് കാറ്റഗറിയിൽ കളിക്കണം എന്നുള്ളത്. അത് മാത്രമല്ല, അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് ആ കായിക താരത്തിന്റെ ഉത്തരവാദിത്വവും അതോടൊപ്പം അതിന്റെ കോച്ചിന്റെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം, വ്യായാമക്രമം ഇതൊക്കെ വളരെ കൃത്യമായിട്ടായിരിക്കണം. ഒരിക്കലും ഒരു ഭാരത്തിന്റെ ഒരു ലിമിറ്റിൽ കൂടാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു 100 ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, വളരെ ചെറിയൊരു വെയിറ്റ് ആണ് ശരീരഭാരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു വെയിറ്റിന്റെ പേരിൽ മത്സരത്തിൽ നിന്ന് പുറത്തായി പോകുന്ന ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആ താരത്തിനാണോ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റും അവരെ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി സജ്ജരായ നിയോഗിക്കപ്പെട്ട അതിന്റെ ഒഫീഷ്യൽസിനാണോ, അവരാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? കാരണം തൊട്ട് തലേ ദിവസം ആ താരം വിനേഷ് എന്ത് ചെയ്യുന്നു, മത്സരങ്ങളിൽ അതിശക്തമായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടാണ് അവർ ഫൈനലിലേക്ക് വരുന്നത്. അപ്പം ഓൾറെഡി അവർ അതുവരെയുള്ള കാര്യങ്ങളിൽ അവർ ഫിസിക്കലി ഫിറ്റ് ആണ്. ഈ പറയുന്ന വെയിങ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള
തൂക്കത്തിലാണ് അവർ നിൽക്കുന്നത്. അതിനുശേഷമുള്ള എനിക്ക് തോന്നുന്നു ഒരു 10, 15, 20 മണിക്കൂർ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയത് വിനേഷ് തൊട്ടു മുമ്പത്തെ ദിവസം മത്സരത്തിന് പങ്കെടുക്കുന്ന സമയത്ത് 49 കിലോയും 900 ഗ്രാമുമായിരുന്നു. 100 ഗ്രാം തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ -100 ഗ്രാം. വീണ്ടും ഒരു വെയിങ് നടത്തിയ സമയത്ത് അവർ 52 കിലോ 700 ഗ്രാമിലേക്ക് മാറി. അപ്പൊ അധികം വെയിറ്റ് കൂടിയത് തൊട്ട് തലേ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ 2 കിലോയും 800 ഗ്രാമുമാണ്. അതിൽ 2 കിലോയും 700 ഗ്രാമും കുറയ്ക്കാൻ പറ്റി, പക്ഷെ 100 ഗ്രാം കുറയ്ക്കാൻ പറ്റിയില്ല. ആ 100 ഗ്രാം അവിടെ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വെയിറ്റ് കൂട്ടുക, വെയിറ്റ് കുറയ്ക്കുക, ഇത് കായിക താരങ്ങൾക്ക് സാധ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ഈ വെയിറ്റ് ഇപ്പൊ നമ്മൾ ഈ 100 ഗ്രാമിന്റെ കാര്യം പറഞ്ഞത് നമ്മൾക്ക് ആകെ കൂടി ഒരു വെയിറ്റ് കാറ്റഗറി അല്ല, ഒരുപാട് വെയിറ്റ് കാറ്റഗറിയിൽ ആയതുകൊണ്ട് തന്നെ ഒരു വെയിറ്റ് കാറ്റഗറിയിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് അടുത്ത കാറ്റഗറിയെ ബാധിക്കുന്ന തരത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും കൃത്യത പാലിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെയിറ്റ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഒരു അത്ലറ്റിന് ചെയ്യാവുന്നത്, നമ്മളെ വെയിങ്ങിന് ഇപ്പം തൈക്കോണ്ടോയിലാണെങ്കിൽ 2 അവസരങ്ങളാണ് വെയിങ്ങിൽ കൊടുക്കുന്നത്. ഭാരം കൂടുതലുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അത് കുറച്ചു വരുന്നതിന് ഒരു 10 മിനിറ്റ് സമയം കൊടുക്കും. ആ സമയത്തിനകം ആ കുട്ടി കഠിനാധ്വാനം ചെയ്തിട്ട് വിയർപ്പിച്ച് കളയുക, പിന്നെ മലമൂത്ര വിസർജനം നടത്തുക, ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിലവര് മുടി വെട്ടിയിട്ട് പോലും തൈക്കോണ്ടോവിലും എല്ലാം നടന്നിട്ടുണ്ട്. നമ്മുടെ നാഷണലുകളിലൊക്കെ നടക്കാറുണ്ട്. ചില മാധ്യമങ്ങൾ വന്നത് രക്തം പോലും അവർ ചോർത്തിക്കളഞ്ഞു എന്നുള്ള വാർത്ത പോലും നമ്മൾ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഈ വെയിറ്റ് കുറയ്ക്കാൻ. അപ്പം വെയിറ്റ് എന്തെങ്കിലും മരുന്ന്, ഞാൻ പറയുന്നത് പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾ, കാരണം ഈ വിനേഷ് എന്ന് പറയുന്ന കായിക താരം നേരത്തെ ഒരു വലിയ സമരത്തിന്റെ മുന്നിൽ നിന്ന് ഇവിടുത്തെ ഗുസ്തി ഫെഡറേഷനുമായിട്ടൊക്കെ ഗുസ്തി കൂടിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ജനങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നർ ചതി നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. അല്ലാതെ വെയിറ്റിനെ സംബന്ധിച്ചോ അവിടുത്തെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചോ ഒളിമ്പിക് അസോസിയേഷനെ കുറിച്ചോ അതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചോ ആരും ഒരു ആശങ്കയും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ പലപ്പോഴും ആളുകൾ ആശങ്കപ്പെടുന്നത് പൊളിറ്റിക്സ് ഉണ്ടാവും അതിന്റെ പിന്നിൽ. ഞാൻ പറയുന്നത് അതിലപ്പുറം ഒരു സാധാരണ ഒരു കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇന്നർ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് വളരെ കുപ്രസിദ്ധമാണല്ലോ ഇന്ത്യൻ കായിക രംഗം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകൾ വരുന്ന സമയത്ത് അതിൽ വെറുതെ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നൊരു തോന്നൽ ആളുകൾക്ക് വന്നേക്കാം. ഇവിടെ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഒരു കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ചും ഒളിമ്പിക്സ് പോലെയുള്ള കായിക വിനോദത്തിന് ഒരു അത്ലറ്റ് പോകുന്ന സമയത്ത് ആ കായിക താരത്തിന് കോച്ച്, അസിസ്റ്റന്റ് കോച്ച്, ഡയറ്റീഷ്യൻ, ട്രെയിനർ, ഇങ്ങനെ ഡോക്ടേഴ്സ്, ഒരുപാട് സംഘങ്ങളാണ് പോകുന്നത്. അതായത് ആ മത്സരത്തിന് ആ കായിക താരത്തെ കൃത്യമായിട്ട് അവിടെ പ്രസന്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരെ ചെയ്യുന്നതിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്തം കായിക താരത്തിനേക്കാൾ കൂടുതൽ ഉള്ളത് അത് എസ്കോർട്ടിങ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽസിനാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കായിക താരം തലേ ദിവസം മത്സരത്തിന് വെയിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ഈ വെയിങ്ങിന് ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ അവര് ചിലപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയോ, ചിലപ്പോൾ അത് തടയേണ്ട ഡയറ്റീഷ്യൻ അത് തടയാതിരിക്കുകയോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ട്രെയിനേഴ്സ് അതിന് വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് ചിലപ്പോൾ കായിക താരം കൂടുതൽ ഭക്ഷണം കഴിച്ചിരിക്കാം. ആ തരത്തിൽ വരാം. എന്നിരുന്നാൽ പോലും ഇത്രയും വലിയൊരു വ്യത്യാസം വരേണ്ട ഒരു കാര്യം, ഒരു രാത്രി കൊണ്ട് വരേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴും പക്ഷേ അത് അവിടെയാണ് ഈ സംശയം നിൽക്കുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ. ഇതിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ പറയാം. ഇന്ന് വെയിങ് നടത്തി നാളേക്ക് മത്സരത്തിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ മത്സരത്തിന് തൊട്ടു മുമ്പേ, ഏകദേശം 2 മണിക്കൂർ മുമ്പേ റാൻഡം വെയിങ് എന്നൊരു പ്രോസസ്സ് കൂടെ ഇത്തരം ഇത്തരം ഗെയിമുകളിൽ നടക്കുന്നുണ്ട്. കാരണം ഒന്നുകൂടി സൂക്ഷ്മമാക്കാൻ, അല്ലേ? അതായത് കൃത്യത വരുത്താൻ. ഗെയിമിന്റെ തലേ ദിവസം നടത്തുന്ന വെയിങ്ങിൽ അത്ലറ്റ് വല ക്രമക്കേടുകളോ അല്ലെങ്കിൽ സ്വന്തം ട്രിക്കുകളോ ഉപയോഗിച്ചിട്ട് ഭാരത്തെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെ, അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ അതിനെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതിന് മത്സരത്തിന്റെ 2 മണിക്കൂർ മുമ്പേ റാൻഡം വെയിങ് എന്നൊരു പ്രോസസ്സ് തൈക്കോണ്ടോവിൽ നിലവിലുണ്ട്. അതിൽ ആ സമയത്ത് വ്യത്യാസം കാണുന്നത് റാൻഡം വെയിങ് ക്വാളിഫൈ ചെയ്യാത്തവർ അവിടുന്ന് ഔട്ടാവുന്ന അവസ്ഥയും വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റാൻഡം വെയിങ്ങിലാണ് ഇവർ പുറത്തു പോയതെന്നാണ് ഞാൻ ഇതിൽ കരുതുന്നത്. ഇതിൽ ഉണ്ടാവുന്ന ഒരു സംശയം, ഇപ്പോ കഴിഞ്ഞ ദിവസം ബ്രോൺസ് മെഡൽ നേടിയ അമാൻ ഷറാവത്ത്, ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ആ താരം 4 കിലോയിലധികം ഭാരം ഈ പറയുന്ന തരത്തിൽ കുറച്ചു.
എന്നാൽ എന്തുകൊണ്ട് 2 കിലോയും 800 ഗ്രാമും മാത്രം അധിക ഭാരം ഉണ്ടായിരുന്ന വിനേഷിന് ഇത് കുറയ്ക്കാൻ പറ്റിയില്ല? എന്റെ ചോദ്യം, കുറയ്ക്കാൻ പറ്റുകയോ പറ്റാതിരിക്കുകയോ ചെയ്യുന്നത് എന്തെങ്കിലും പരിശീലനത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ വേണ്ടത്ര ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ടാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ, എന്തെങ്കിലും ഇൻപുട്ട്, അത് പിന്നെ ഭാരം കുറയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇൻപുട്ട് ഈ പറയുന്ന തരത്തിൽ ആരെങ്കിലും അവരെ ബോധപൂർവം തോൽപ്പിക്കണം അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്താക്കണം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങയുടെ സംശയം നമുക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ ഈ ഭാരം കുറയ്ക്കുന്നതിന് നമുക്ക് പെട്ടെന്നൊരു കുറഞ്ഞ സമയം കൊണ്ട് പറ്റുന്നതല്ല. ഭാരം കുറയ്ക്കണമെങ്കിൽ സാധാരണ അതിനായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യണം. ആ വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള സമയം കൂടെ കിട്ടണം. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ കൂടുതൽ വെയിറ്റ് കുറച്ചൊരാളുടെ കാര്യം പറഞ്ഞു, ഇയാൾക്ക് സമയം കുറയ്ക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അതിൽ കുറഞ്ഞ ചിലപ്പോൾ ഇദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. മത്സരത്തിന്റെ ഇടയിലുള്ള സമയം കിട്ടണ്ടേ? എന്തായാലും ഈ വെയിങ്ങിന് സമയത്ത് അത്രയും സമയം അനുവദിച്ചു കൊടുത്ത സമയത്തിനുള്ളിൽ കുറയ്ക്കണം. അല്ലാതെ നമുക്ക് എത്രയെങ്കിലും സമയം എടുത്തിട്ട് കുറയ്ക്കാൻ അവസരം കൊടുക്കില്ല. ഇപ്പം വിനേഷ് ആണെങ്കിൽ തലേ ദിവസം 3 മത്സരങ്ങൾ കളിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതുവരെ ഉണ്ടായിരുന്ന വെയിറ്റിനേക്കാൾ കുറയാനാണ് സാധ്യത. തീർച്ചയായും സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നു. പിന്നീട് അവർ അടുത്ത മത്സരത്തിലേക്ക് പോകുന്നതിനുള്ള വളരെ പരിമിതമായ മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ സാധാരണഗതിയിൽ മത്സരം കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോഴൊക്കെ വെയിറ്റ് കൂടും, ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ വർക്കൗട്ട് ചെയ്ത് പോകാൻ ഇവർ 24 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു അത്ലറ്റ് ആണല്ലോ, ഒരു കായിക താരമാണ്, കയറി വരുന്ന ഒരു കുട്ടിയല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഭക്ഷണം കഴിച്ചാൽ ഏത് വെയിറ്റ് കൂടും, എന്ത് കഴിച്ചാൽ വെയിറ്റ് കുറയും, എന്ത് കഴിച്ചാൽ കുറയ്ക്കാവുന്ന വെയിറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ അവർക്കും ട്രെയിനർക്കും എല്ലാം ഇതൊക്കെ അറിയുന്ന, ഒളിമ്പിക് മെഡലിന്, സ്വർണ്ണ മെഡലിന് അതിന്റെ വക്കിൽ നിൽക്കുന്ന, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു താരം, ആ രീതിയിൽ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി സമർപ്പിച്ച ഒരു താരത്തിന് ഇതിനെ കുറിച്ച് അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊരു അബദ്ധം കാണിക്കില്ല. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് നടക്കാൻ പോവുകയാണ്. അതിലേക്ക് അവർ അടുത്തെത്തിക്കഴിഞ്ഞു. വേൾഡ് ചാമ്പ്യനെ വരെ തകർത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും അവിടെ ഈ തരത്തിൽ വെയിറ്റ് ലോസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പുറമേ നമ്മൾ കേട്ടിട്ടുള്ളത്, ചില പ്രത്യേകതരം സൂട്ട് ധരിച്ച് മണിക്കൂറുകളോളം ആ സൂട്ട് ധരിച്ചാൽ തന്നെ വലിയ തോതിൽ ഉഷ്ണം വരികയും വിയർക്കുകയും ചെയ്യുന്ന തരം സൂട്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് വെച്ച് വർക്കൗട്ട് ചെയ്ത് അതിശക്തമായിട്ടുള്ള പരിശീലനം നടത്തി കുടിച്ച വെള്ളം മുഴുവൻ വേർത്ത് കളയുകയും, അതല്ലെങ്കിൽ 4-5 കമ്പിളി പുതപ്പിച്ചുകൊണ്ട് ചുട്ടുപഴുക്കുന്ന രീതിയിലേക്ക് ശരീരത്തിലെ ജലാംശം ചോർത്തിക്കളയുകയും ഒക്കെ ചെയ്ത, അങ്ങനെയാണ് ഇത് വെയിറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അമാരിനെ കുറിച്ച് പറഞ്ഞ പോലെ 4 കിലോയിലധികം വെയിറ്റ് ഈ പറയുന്ന സ്റ്റിപ്പുലേറ്റഡ് ടൈമിനകം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് വിനേഷിന് കഴിഞ്ഞില്ല? അവിടെയാണ് ഈ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ളത്. ഈ കാര്യത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ഞാനും അശക്തനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊരിക്കലും അത് പറയാൻ പ്രയാസമുണ്ട്. ഇനി ഇതിന്റെ സയന്റിഫിക് വേ എന്തായാലും കണ്ടെത്താതിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ. തീർച്ചയായിട്ടും ഇതിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കണം. തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ ഇതിന്റെ റിസൾട്ട് വരും ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സിൽവർ മെഡൽ ഷെയർ ചെയ്യുമെന്നുള്ള ാണ് വിനേഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറും. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ കായിക താരം അയോഗ്യയായി എന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും ഒടുവിലെത്തിയ ആളായി മാറുക. സ്വർണത്തിൽ എത്തേണ്ടിയിരുന്ന താരം ഈ അയോഗ്യത കാരണം ഏറ്റവും ഒടുവിലായിട്ട് മാറുകയാണ്. അവർക്ക് കിട്ടിയ എല്ലാ സംഗതികളും നഷ്ടപ്പെടും. ഞാൻ അതിന്റെ ലോജിക്കാണ് ചോദിക്കുന്നത്. അതായത് ഓരോ മത്സരത്തിന് മുമ്പും വെയിങ് നടക്കുന്നു. അതിനുശേഷം അയാൾ ആ മത്സരത്തിൽ ജയിക്കുന്നു, അടുത്ത മത്സരത്തിലേക്ക് പോകുന്നു. അടുത്ത മത്സരത്തിന് തൊട്ടു മുമ്പും വെയിങ് നടക്കുന്നു. സ്വാഭാവികമായും അതിന് ആ വെയിങ് പിന്നെ മാനദണ്ഡത്തിനനുസരിച്ച് പരാജയപ്പെടുന്നത് വരെയുള്ള നേട്ടമല്ലേ. ഓരോ മത്സരത്തിനിടയിലും വെയിങ് നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ തൊട്ടടുത്ത മത്സരത്തിൽ അതാണ് ആ ഫൈനൽ മത്സരത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഗോൾഡോ സിൽവറോ എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്ത് മാത്രമാണ് അവർ പോകുന്നത്. വെങ്കലം നിലനിൽക്കും. വെങ്കലല്ല, അവർക്ക് ഈ സിൽവർ നിലനിൽക്കും. കാരണം അവർ അവിടെ വെച്ച് അയോഗ്യയായി പോകുന്ന സമയത്ത് അവർക്ക് ഈ സ്വർണം കിട്ടുന്നില്ല. അവിടെ മത്സരത്തിൽ പങ്കെടുക്കാതെയോ അവര് പിന്മാറുകയോ ഒക്കെ ചെയ്താൽ പോലും അവർക്ക് സിൽവർ ഉണ്ട്.
ആ മത്സരത്തിൽ പങ്കെടുക്കാതെ മാറിയാൽ പോലും അങ്ങനെ ഒരു സിൽവറിന് സാധ്യതയില്ല. ഇനി അല്ലെങ്കിൽ അതിന് അതുവരെയുള്ള നേട്ടങ്ങൾ ഇനി സിൽവർ ഇല്ലെങ്കിലും ഈ വെങ്കലത്തിന്റെ പരിഗണനയിലേക്കെങ്കിലും വരേണ്ടതല്ലേ? നമുക്ക് ന്യായമായും അത് അങ്ങനെ വിശ്വസിക്കാവുന്നതാണ്. പക്ഷെ ഒളിമ്പിക് നിയമങ്ങൾ എന്താണെന്നുള്ളത് ഒരു കൃത്യമായിട്ട് നമുക്ക് ഒളിമ്പിക് പോലെയുള്ള നിയമത്തെ കുറിച്ചിട്ട് അത് തൈക്കോണ്ടോയിൽ എങ്ങനെയാണ് ഈ പറയുന്ന റാൻഡം ചെക്കിംഗ് ഓരോ മത്സരത്തിന് മുമ്പുള്ളതും ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള അതുവരെ ഓരോ മത്സരത്തിന് മുമ്പേയും അല്ല തൈക്കോണ്ടോയിൽ ഇതുള്ളത്. ഒരു വെയിറ്റ് കാറ്റഗറിയുടെ ഒരു ദിവസത്തെ മത്സരം, ഒരു വെയിറ്റ് കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ആ വെയിറ്റ് കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ 14 ജില്ലകളിൽ നിന്ന് ഓരോ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ 14 ജില്ലകളുടെയും റാൻഡം വെയിങ് ആണ് അന്ന് രാവിലെ നടക്കുക മത്സരത്തിന് മുമ്പേ. തലേ ദിവസം 14 ആളുകളുടെയും വെയിങ് നടത്തി അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 14 ദിവസം ആളുകളെയും തലേ ദിവസം വെയിങ് നടത്തുമ്പോൾ ആരാണോ വെയിറ്റ് കൂടുതൽ അയാൾ അവിടെ തന്നെ എക്സ്പെൽഡ് ആവും. അയാൾക്ക് കൊടുക്കുന്ന 2 ചാൻസുകളുണ്ട്. ആ സമയത്തിനകം അയാൾക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് തന്നെ തെറിച്ചു പോകും. പിറ്റേ ദിവസം മത്സരം പിന്നെ ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് റാൻഡം വെയിങ് നടത്തുന്നത്. അവിടെ തെറിച്ചു പോയ ആളുകൾക്ക് പിന്നെ സ്ഥാനമില്ല. ഈ റാൻഡം വെയിങ്ങിലും അമിതമായ ഭാരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. അതുകൊണ്ട് ഒരു കായിക താരത്തിന് വെയിങ് കഴിഞ്ഞാലും മത്സരം കഴിയുന്നത് വരെ അത് സൂക്ഷിക്കേണ്ട ചെറിയൊരു ഉത്തരവാദിത്വത്തിന്റെ ഒരു കണിക ഇതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാം. ഓക്കെ, എന്തായാലും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ് വിനേഷ് ഫോഗട്ടിന് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തെത്തിയ മെഡൽ നഷ്ടപ്പെട്ടു പോയി എന്നത്. എന്തായാലും അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്നതൊക്കെ നമ്മളോട് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നന്ദി, നമസ്കാരം.